السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد والعاقبة للمتقين. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഷിക്വയെ കുറിച്ചാണ് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കവിത നമ്മൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാറ്റി പറയാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെന്താണ് അതിൻ്റെ നല്ലൊരു വ്യാഖ്യാനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ കവിത മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷിക്വ. പിന്നെ ഷിക്വനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷിക്വനിൽ മൊത്തം 32 ബന്ധങ്ങളുള്ളത്. ഒരു ബന്ധം പറഞ്ഞാൽ ഈ 3 വരികളാണ് ഉണ്ടാവും. 3 വരിയായിട്ടുള്ള ഓരോന്നാണ്. ഇതിലാകെ എത്ര വരിയുള്ളത്? ആകെ 4 ബന്ധം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 31 32 ഒറ്റ ബന്ധമുണ്ട്. അതിനനുസരിച്ച് ഇത് ഷിക്വ ഫുള്ള് പരാതികളാണ്. നമ്മൾ പറഞ്ഞു, ഒരടിമ തൻ്റെ ദൈവത്തോട് പറയുന്ന പരാതികളാണ്. താൻ ചെയ്ത നന്മകളെ എടുത്തെടുത്ത് മുന്നിൽ നിർത്തിയാണ്ട് പരാതിപ്പെടും. ഞാൻ അതൊക്കെ ചെയ്തല്ലോ, എന്നിട്ട് നീ എന്താ എനിക്കതൊന്നും ചെയ്തു തരാത്തതെന്ന് പരാതിപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജവാബ് ഷിക്വയിൽ എന്തായിരിക്കും? ഇതിനുള്ള മറുപടി അള്ളാഹ് എങ്ങനെയാണോ തരുന്നത് അതങ്ങനെ മനസ്സിൽ കണക്കൂട്ടിയിട്ട് ഇക്ബാൽ ജവാബ് ഷിക്വയിൽ നീ ഇതൊക്കെ ചെയ്തല്ലോ, അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെയൊക്കെ തന്നല്ലോ ഇറങ്ങാണ്ടാണ് എന്ത് ജവാബ് ഷിക്വ വരുന്നത് കേട്ടോ. പിന്നെ വേറെ ഒന്നുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞു ജവാബ് ഷിക്വ ഒരിക്കലും 32 ബന്ധമല്ല ഉള്ളത്. ജവാബ് ഷിക്വ ഏകദേശം 90 അല്ല കൂടുതൽ സാധനം ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ ഉണ്ടല്ലോ, ഒന്നാമത്തെ ബന്ധിൻ്റെ മറുപടി ജവാബ് ഷിക്വയിൽ ഒന്നാമത്തേതാവണം എന്നില്ല. ജവാബ് ഷിക്വയിൽ ചിലപ്പോൾ 5 6 ആയിരിക്കും രണ്ടാമത്തെ ബന്ധിൻ്റെ ഉള്ളത്. അങ്ങനെ പല കോലത്തിലാണ് ജവാബ് ഷിക്വൻ്റെ ജവാബ് വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. क्यों ज़ियाकार बनो सूद फरामोश रहो, फिक्र फरदा न करूँ महवे गमदोश रहूँ, नाले बुलबुल की सुनूम और हम तन गोश रहूँ, हम नवा में भी कोई गुल होम के खामोश रहूँ, जुराअते आमोज मेरी ताबे सखन है मुझको, शिकवे अल्लाह से खाकिम बदहन है मुझको, है बजा शुयूए तस्लीम में मशहूर हैं हम, किस्से दर्द सुनाते हैं कि मजबूर हैं हम, साज खामोश हैं फरियादा से मामूर है, नाल आता है अगर लब पे तो माजूर हैं हम, ऐ खुदा शिकवे अरबाब वफा भी सुन ले, होगर हमद से थोड़ा सा गिला भी सुन ले. പിന്നെ നമ്മൾ ഉത്തരം മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. ക്യൂൻ ജയാക്കാർ ബനു സൂദ് ഫറാമോഷ് രഹു. അപ്പോൾ അടിമ അള്ളാഹിനോട് തൻ്റെ മുൻകാലത്തുള്ള അടിമ എന്താണ് കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം പറയാണ്, ക്യൂൻ ജയാക്കാർ ബനു, ഞാൻ എന്തിനാണ് എൻ്റെ പഴയകാല കുറവുകളൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കുന്നത്? സൂദ് ഫറാമോഷ് രഹു, എൻ്റെ നന്മയെ തൊട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ബേഖബർ, ഇങ്ങനെ ബേഫായിദ, എൻ്റെ നന്മകളെ തൊട്ട് ഞാൻ എന്തിനാണ് വെറുതെ അതിനെ കാര്യത്തിലെടുക്കാതിരിക്കുന്നത്? ഫിക്കർ ഫർദാന കരു, നാളെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ചിന്തിക്കാതിരിക്കണം? മഹ്വെ ഗംദോഷ് രഹൂം, മഹ്വെ ഗംദോഷ് രഹൂം, മഹ്വെ ഗംദോഷ് രഹൂം എന്ന് പറഞ്ഞാൽ എന്താ? മാലികാകം, കഴിഞ്ഞ കാലത്തെ എൻ്റെ തെറ്റുകളെ ഞാൻ മായ്ക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ക്യൂം ജയാക്കാർ ബനും, എൻ്റെ നുക്സാനുകളെ ഞാൻ എന്തിനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം? സൂദ് ഫറാമോഷ് രഹും, എൻ്റെ നെഫ്സിൻ്റെ ഫായതകൾ കൊണ്ട് ഞാൻ എന്തിന് ഗാഫിലായിരിക്കണം? ഫിക്ർ ഫർദാന കരും, അത് ചോദിക്കണം. ഫിക്ർ ഫർദാന കരും, നാളെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ടേ? മഹ്വ് ഗംദോഷ് രഹൂം, കഴിഞ്ഞ കാലത്ത് എൻ്റെ തെറ്റുകളെ ഞാൻ മായ്ക്കും എന്ന് പറയാൻ കേട്ടോ. ഇനി അടുത്ത വരി നോക്കുക. നാലെ ബുൽബുൽ കി സുനൂം, നാലെ ബുൽബുൽ കി സുനൂം. ഈ ബുൽബുൽ എന്ന് പറഞ്ഞാൽ എന്താ? വാനമ്പാടി. ഈ നാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒച്ചക്കാണ് നാല എന്ന് പറയുക. റോന ഫരിയാദ്, അതിൻ്റെ ഒച്ചകൾക്കാണ് എന്താ പറയുക? നാല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ബുൽബുൽ പക്ഷീൻ്റെ ശബ്ദത്തെ ഞാൻ എന്തിന് കേൾക്കണം ചോദിക്കുകയാണ്. ഞാൻ എന്തിന് കേൾക്കുന്ന പറഞ്ഞാൽ ഈ നമ്മളെ മേലധികാരി ബുൽബുൽ പക്ഷി പറഞ്ഞത് ഒരു ഉയർന്ന സ്ഥാനത്തുള്ളതാണ്. അപ്പോൾ ഈ മേലധികാരികൾ ഇങ്ങനെ
ഓരോന്ന് പറയും അത് ചെയ്യ് ഇജ്ജ് അങ്ങനെ ചെയ്തുകൊണ്ട് ജിന്ന് തെറ്റുകാരനാണ്, ഞനക്കതിന് കരകയറാൻ കഴിയൂല, അതിനൊക്കെ ഓരോ മൂലവികളും മറ്റുള്ളവരൊക്കെ പറയും. അപ്പം അത് കേട്ടുങ്ങാണ്ട് ഞാനൊന്നും ചെയ്യാതിരിക്കുകയാണോ? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാലെ ബുൽബുൽ കിസുനു, ബുൽബുൽ പക്ഷീൻ്റെ സംസാരം ഞാൻ എന്തിനു കേൾക്കണം? ഹമത്തൻ ഘോഷിരഹൂം, ഹമത്തൻ ഘോഷ് എന്ന് പറഞ്ഞാൽ എന്താ? പൂരി തഹജ്ജുദ് ദേന, നമ്മൾ പൂർണ്ണമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോണിനാണ് ഹമത്തൻ ഘോഷ് എന്ന് പറയുക. അപ്പം മൂപ്പര് പറയാൻ, എന്തിനാണ് ഞാൻ ഈ ബുൽബുൽ പക്ഷീൻ്റെ സംസാരങ്ങൾ വെറുതെ കേൾക്കുന്നത്? ഹമത്തൻ ഘോഷിരഹൂം, ഞാൻ തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും? പൂർണ്ണ സന്നദ്ധതയോടെ മുന്നോട്ട് തന്നെ പോകും. ഹം നവാമേ ബി കോയി ഗുൽ ഹൂം കെ ഖാമോശ് രഹൂം. അതായത് പിന്നെ ചോദിക്കുകയാണ്, ഇങ്ങനെ എത്ര കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഹംനവ എന്താ? നമ്മുടെ സുഹൃത്തുക്കളിലെ ഒരു പൂവാണ് ഞാൻ. ഹംനവാമെ കോയി ഗുൽഹൂം, ഞാൻ സുഹൃത്തുക്കളിലെ ഒരു പൂവാണോ? കെ ഖാമോശ് രഹൂം, മിണ്ടാതിരിക്കുന്ന നിശബ്ദനായിരിക്കുന്ന ഒരു പൂവാണോ ഞാൻ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അധികം മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ പുഷ്പത്തിനൊരു കാര്യമുണ്ട്. എന്താണ്? പുഷ്പം ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്, ഈ ഓരോ ഇതളുണ്ടാവില്ലേ, ആ ഇതളുകളെ ഒരു നാവുണ്ടല്ലോ, ആ ഓരോ ഇതളുകളും എന്താണ്? ഓരോ സുഹൃത്തുക്കളാണ്. അപ്പോൾ വിടർന്ന് ഇങ്ങനെ തൊള്ള ഒളിച്ച് നിൽക്കുന്ന ഒരു പുഷ്പത്തെ പോലെ, മുണ്ടാതെ നിൽക്കുന്ന പുഷ്പത്തെ പോലെ സുഹൃത്തുക്കൾക്കിടയിൽ ഞാനും ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കിടയിൽ മിണ്ടാതെ ഇരിക്കണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോ. ജുറാഅത്തെ ആമൂസ് മേരി താബ സഖൻ ഹെ മുജ്കോ, ജുറാഅത്തെ ആമൂസ്, ജുറാഅത്തെ ആമൂസ് എന്താ? ബുഹാദുരി സിക്കാനെ വാല. ബഹാദുരി എന്നും പറയാം, ബുഹാദുരി എന്ന് പറയാം. അതൊക്കെ ഓരോ സ്ലാങ്ങുകളാണ് കേട്ടോ. ബഹാദുരി എന്ന് പറയാം, ബുഹാദുരി എന്ന് പറയാം. അപ്പോൾ ജുറാഅത്തെ ആമൂസ് മേരി, എനിക്ക് ധൈര്യം പകരുന്ന ആൾ. ഈ ജുറാഅത്തെ ആമൂസ് പറഞ്ഞാൽ ധൈര്യം പഠിപ്പിക്കുന്ന ഇത് എന്നൊക്കെയാണ് കേട്ടോ. അഥവാ എനിക്ക് ധൈര്യം പകരുന്നത് താബേ സഹൻ ഹെമേരി, എൻ്റെ സംസാരശേഷിയാണ്. അഥവാ എനിക്ക് സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ എൻ്റെ കവിതകളൊക്കെ പറയാനുള്ള കഴിവാണ്, അതിനുള്ള എൻ്റെ പ്രാപ്തിയാണ് എൻ്റെ ധൈര്യം. അഥവാ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് നേരിട്ട് അള്ളാഹുവിനോട് പറയും. അങ്ങനെ നേരിട്ട് അള്ളാഹുവിനോട് പറയുക, ആ പറയാനുള്ള എൻ്റെ ആ ശക്തി, അതാണ് എൻ്റെ ധൈര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷിക്വേ അള്ളാഹിന്, അവസാനം അള്ളാഹിൻ്റെ അദ്ദേഹം അങ്ങനെ പറയാണ്. ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം ഈ ബന്ധിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയാണ്, ഷിക്വേ അള്ളാഹ്, എന്തിനായാലും ഷിക്വ, എൻ്റെ പരാതികളൊക്കെ അള്ളാഹുവിനോട്. ഹാക്കം ബദൻ ഹേ മുജ്കോ, എൻ്റെ തൊള്ളയിൽ അള്ളാഹു എന്ത് നടക്കട്ടെ? മണ്ണ് നിറക്കട്ടെ. എൻ്റെ തൊള്ളയിൽ മിട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ്, ഇക്ബാൽ എന്താണ്, താനൊരു വലിയൊരു കുറ്റക്കാരനാണെന്ന് അദ്ദേഹം സ്വയം വിലയിരുത്തി എന്ത് പറയണേ, ഞാൻ കുറ്റക്കാരനാണ്. താബെ സഹനം, എന്താ നമ്മളെ തൊള്ളിയിൽ മണ്ണ് നിറയപ്പോഴാണ് നമ്മളിങ്ങനെ ഇതുണ്ടല്ലോ ഓരോ വലിയ വർത്തമാനങ്ങൾ പറയാം. അതേമാതിരി തെറ്റ് ചെയ്യുക, ഒരു നെഗറ്റീവായ രൂപത്തിലാവുമ്പോഴാണ് ഈ മണ്ണ് നിറക്കപ്പെടുക എന്നുള്ള ഉപയോഗം പറയാം. ഇപ്പോൾ നമ്മൾ ഹദീസിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും, എന്താ അപ്പോൾ വലിയ വർത്തമാനം പറയുന്നവൻ്റെ തൊള്ളയിൽ മണ്ണ് നിറക്കട്ടെ എന്ന്. അപ്പോൾ അതെന്താണ്? അത് നെഗറ്റീവ് മീനിങ്ങിലാണ് വരുന്നത്. ഷിക്വേ അള്ളാഹുവിനോടാണ് പരാതി. ഹാക്കിം ബദഹൻ മുജ്കോ, എൻ്റെ തൊള്ളിയിൽ മണ്ണ് നിറയട്ടെ. അഥവാ ഞാൻ എന്താ വലിയൊരു തെറ്റുകാരനാണ്, ഞാനൊരു വലിയ തെറ്റുകാരനാണ്. എന്നിരുന്നാൽ പോലും അള്ളാഹുവിനോടാണ് എൻ്റെ പരാതി. ഹേ ബജേ, ഹേ ബജ, ഷുയൂ ഷുയൂ ഹേ തസ്ലീം മെ മഷ്ഹൂർ ഹേ ഹം. ഹേ ബജ, ബജ എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യമാണ് എന്ത്? ഷുയേ തസ്ലീം, എല്ലാ കാര്യങ്ങളും ഷുയേ തസ്ലീം ഉണ്ടോ? ഈ ഇതാഅത്തിക്ക് ആദത്ത്, എല്ലാം അനുസരിക്കുന്ന ശീലം എന്താണ്? ഹേ ബജ, സത്യമാണ്. ഷുയേ തസ്ലീം, എല്ലാം അനുസരിക്കുന്ന കാര്യം സത്യമാണ്. എന്താണ് സത്യം? ഹേ മേ മഷ്ഹൂർ ഹേ ഹം, എല്ലാം അനുസരിക്കുന്ന ഒരു കൂട്ടം ആയിട്ട് നമ്മൾ പ്രശസ്തരാണ് എന്നുള്ളത് സത്യമാണ്. കാരണം എന്താ? ഞാൻ അടുത്ത വരിയും കൂടി ശ്രദ്ധിക്കുക, എന്നിട്ട് തന്നെ വിശദീകരണം പറയാം. ഖിസ്സയേ ദർദ്, വേദനയുടെ കഥകൾ, സുനാത്തേ ഹേ, നമ്മെ കേൾപ്പിക്കുന്നു, കെ മജ്ബൂർ ഹേ ഹം, നമ്മൾ അതിന് നിർബന്ധിതരുമാണ്. വേദനയുടെ കഥകൾ നമ്മെ കേൾപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കേൾപ്പിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മെ കേൾപ്പിക്കുന്നു.
കെ മജ്ബൂർ ഹേ, നമ്മളതിന് നിർബന്ധിതരാണ്. ഇതിനെന്താ പറയുന്നത്? ഇതിൻ്റെ ഇത് കണ്ടോ, ഹേ ബജി ബജി, ഇത് വരി ശ്രദ്ധിക്കുക, ഹേ ബജി എന്താണ്? സത്യമാണ്. ഷുയുവെ തെസ്ലി മഷൂർ ഹേ ഹം, എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരു വിഭാഗമാണെന്ന വിഷയത്തിൽ നമ്മൾ എന്താണ്? പ്രശസ്തരാണ്. ആ കാര്യം എന്താണ്? സത്യവുമാണ്. കാരണം നമ്മൾ വേദനകളുടെ കഥകൾ നമ്മളൊരു സമൂഹത്തെ കേൾപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മെ ഖുർആനിലൂടെ അള്ളാഹ് കേൾപ്പിക്കുന്നു. കെ മജ്ബൂർ ഹേ, നമ്മളതിന് നിർബന്ധിതരാണ്. അതുപോലെ എന്താണ്? അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനകളും, ഞാൻ പറഞ്ഞില്ലേ, അടിമ എന്താണ്? താൻ ചെയ്ത ഓരോ നന്മകൾ എടുത്തുങ്ങാണ്ട് ദൈവത്തോട് എന്താണ്? പരാതി പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ നീ എനിക്കിതൊന്നും ചെയ്ത് തരാത്തതെന്നുള്ള ഒരു രൂപത്തിൽ അള്ളാഹ് എന്താക്കാണ്? അത് അള്ളാഹിനോട് അടിമ പരാതി പറയണേ. പിന്നെ അള്ളാഹ് നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെമീന വത്തഴന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ നീ എത്ര അംബിയാ മുർസലീങ്ങളെ, ഇപ്പോൾ യൂനുസ് നബി എന്താണ്? മീനിൻ്റെ വയറ്റിൽ, അതൊരു ഒരു വേദനയുടെ കഥയാണ്. അതേമാതിരി അയ്യൂബ് അലൈഹി സ്വലാം എന്താണ്? ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയാണ്ട് കുറേ കാലം മറ്റെന്തായി ഓരോ ആർക്കും ഇല്ലാത്ത രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി. അതേമാതിരി യൂസുഫ് അലൈഹി സ്വലാം, യാക്കൂബ് നബി, ഒരുപാട് നമ്മുടെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഒരു അമ്പിയ ഒരുപാട് കഥകൾ. അതേമാതിരി നമ്മുടെ പ്രപിതാക്കൾ എന്താക്കിയിട്ടുണ്ട്? ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്. ആ വേദനകളൊക്കെ ഞങ്ങൾ എന്താ? സുനാത്തേഹേ, ഞങ്ങൾ അള്ളാഹ് നിന്നെ കേൾപ്പിക്കുന്നു, അതേമാതിരി ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾ മറ്റൊരു സമൂഹത്തെ കേൾപ്പിക്കുന്നു. ഇത് എന്നിട്ടും ഞങ്ങൾക്ക് എന്താ ഇത്ര ഇടങ്ങേറുകൾ തരുന്നതെന്നാണ് അടിമ ചോദിക്കുന്നത്. സാസ് ഖാമൂഷ്, സാസ് പറഞ്ഞാൽ സാസ് എന്ന് അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. സാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ഉപകരണമാണ് സാസ് പറഞ്ഞാൽ. സാസ് ഖാമൂഷ് ഹേ, ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെ എന്താണ്? മ്യൂസിക് സാസ് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കണക്കൂട്ടിയാൽ മതി. സാസ് ഖാമൂഷ് ഹേ, ഞങ്ങളുടെ സന്തോഷമെല്ലാം. സാസ് പറഞ്ഞാൽ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആട്ടോ. അതെന്താണ്? ഖാമൂഷ് ഹേ, അത് നിശബ്ദമാണ്. ഫര്യാദാസ് മഅ്മൂർ ഹേ, ഫര്യാദ പറഞ്ഞാൽ, ഫര്യാദൻ്റെ അർത്ഥം ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ ഫര്യാദിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ഫര്യാദ എന്ന് പറഞ്ഞാൽ ആവാസേ ഷിക്കായത്ത്, പരാതിയുടെ ശബ്ദത്തിനാണ് ഫര്യാദ. അതേമാതിരി നമ്മുടെ കരച്ചിലിനാണ് ഫര്യാദാണ്. അപ്പോൾ ഫര്യാദാസെ മഅ്മൂർ ഹേ, മഅ്മൂർ പറഞ്ഞാൽ എന്താണ്? ബൈത്തുൽ മഅ്മൂർ എന്ന് കേട്ടിട്ടില്ലേ? അഥവാ ഫുള്ളായ എന്താ? അപ്പോൾ ഈ നിറഞ്ഞെന്നൊക്കെയായിട്ട് അർത്ഥം. ആവാസനിബിഡമായ എന്നൊക്കെയാണ് എന്ത് പറയുക? മഅ്മൂറിൻ്റെ അർത്ഥം. ഫര്യാദാസ് മഅ്മൂർ ഹേ, ഞങ്ങൾ ഷിക്കായത്തെ ആവാസിക്ക് ഷിക്കായത്ത്, ഞങ്ങളുടെ പരാതികളെ കൊണ്ട് ഇവിടം നിറഞ്ഞൊഴുകുകയാണ്. നാല ആത്താ ഹേ, നാല പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? കരച്ചിൽ. നാല ആത്താ ഹേ, അത് ഞങ്ങൾ കരച്ചിൽ വരുന്നു. അഗർ ലപ്പെ, ഞങ്ങളുടെ ചുണ്ടുകളിൽ കരച്ചിൽ വരും. ലബ് പറഞ്ഞാൽ ചുണ്ട് നാട്ടോ. ഞങ്ങളുടെ ചുണ്ടുകളിൽ ലപ്പയാത്തിഹ എന്നുള്ള കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട് 1ാം ക്ലാസ്സിൽ. ഞങ്ങളുടെ ചുണ്ടുകളിൽ കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ മഅ്ദൂർ ഹേഹം, ഞങ്ങളെന്താണ്? തീർച്ചയായും അതിനൊക്കെ കാരണം ഉള്ള ഒരു സമൂഹമാണ്. അഥവാ ഞങ്ങളെ തൊള്ളയിൽ നിന്ന് വല്ല പരാതിയും വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് വ്യക്തമായ കാരണവുമുണ്ട്. മനസ്സിലായോ? കാരണം എന്താണ്? ഞങ്ങൾ ഒരുപാട് യാതനകളും ഇതൊക്കെ സഹിക്കുന്നു. എന്നിട്ടും നീ ഞങ്ങൾക്കൊരു ഞങ്ങളിത് കാണുന്നില്ലല്ലോ റബ്ബേ എന്നുള്ള ചോദ്യത്തിലാണ് ഇപ്പോൾ അതൊക്കെ വരുന്നത് കേട്ടോ. ഖുദാ, ഓ റബ്ബേ, ആയി റബ്ബ, എൻ്റെ ദൈവമേ, ഷിക്വേ അർബാബെ വഫാ ബിസുൻലേ, അർബാബെ വഫൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് അഹിലേ വഫാദാർ ലോക്, നന്മ ചെയ്യുന്ന ആൾക്കാർക്ക്, അഥവാ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന ആൾക്കാരുടെ പരാതി ബി സുന്നെ, അത് നീ കേൾക്കണേ. ഹൂഗറെ ഹംദ് സെ തോടാ സാഗില ബി സുൻലേ, ഹൂഗറെ ഹംദിന് അർത്ഥം കൊടുത്തിട്ടുണ്ട് ഖുദാക്കി തരീഫ് കർണേക്ക് ആദത്ത്. അഥവാ അള്ളാഹുവിനെ എപ്പോഴും അള്ളാഹുവിനെ ആരാധിക്കുന്നവരുടെ ഗില എന്ന് പറഞ്ഞാൽ അവരുടെ ശിക്കായത്ത്, തോട എന്ന് പറഞ്ഞാൽ കുറച്ച്, ഹൂഗറെ ഹംദസി, അള്ളാഹുവിനെ എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ശിക്കായത്ത് ബീസുല്ലേ, അതും നീ കേൾക്ക് റബ്ബേ, അതെങ്കിലും നീ കേൾക്കുന്ന ഇറങ്ങാണ്ട് ചെയ്യാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കവിത മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ എന്തുണ്ട്? ഇതിൽ തന്നെ ഏകദേശം നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള വിശദീകരണവും നൽകിയിട്ടുണ്ട്.
ഇതാ നസ്ം ഈ ഒന്നാമത്തെ ബന്ദിൻ്റെ ഷറഹൊക്കെ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. नज़्म के आगाज़ खासे तंदो तेज़ लहजे में करते हुए इकबाल कहते हैं कि मुझे क्या ज़रूरत पड़ी है कि ज़िंदगी में नुकसान उठाऊं और फ़वाइद हासिल न करूं. ഇഖ്ബാലിൻ്റെ ഈ വരികളുടെ ഈ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? ഒരു പ്രത്യേക രീതിയിലാണ് ഈ കവിതയുടെ പോക്ക് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഫസ്റ്റ് ഇതെന്താ ചോദിക്കണേ? എനിക്ക് എന്ത് ആവശ്യമാണ്? ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളെ ഒക്കെ വെച്ചുകൊണ്ട് എൻ്റെ പുതിയ കാലത്തെ ഞാൻ ഇങ്ങനെ ഗാഫിലായി നടക്കുന്നതിന് എന്താവശ്യമാണ്? ये भी बेमाना बात है कि असर मौजूदगी के फिक्र में थोड़ा गिलता रहूं और मुस्तकबिल की तरफ ध्यान न दूं. അതങ്ങനെ തന്നെ മനസ്സിലാക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്റ്റൈൽ മനസ്സിലാക്കണം. ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ തെറ്റുകളെ ഒന്നും ഞാൻ മറക്കാതെ പുതിയൊരു കാലത്തെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ചിന്തിക്കാതെ ഇരിക്കണം എന്നുള്ള ആ ഒരു ടൂണ് നമ്മളിപ്പോൾ ആ ഒരു അത് നമ്മളെ സംസാരത്തിൻ്റെ ടൂൺ എന്നാണ് മനസ്സിലാവുക. ഇപ്പോൾ വേണ്ട ഇപ്പോൾ ഫിക്ർ ഫർദാനക്കരും ഫിക്ർ ഫർദ നാളെക്കുറിച്ചുള്ള ചിന്ത എന്നക്കാരും ഞാൻ ചിന്തിക്കാൻ പാടില്ല. അത് ഇതിൻ്റെ ഒരു ടോണാണ്. പക്ഷേ നമ്മളിങ്ങനെ ഫിക്ർ ഫർദ എന്നക്കാരും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ടോൺ മാറി. എങ്ങനെ ഫിക്ർ ഫർദ എന്നക്കാരും ഞാൻ എന്തുകൊണ്ട് നാളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണം എന്നായി. അപ്പോൾ അതിൻ്റെ ടോൺ എന്നാണ് അതിൻ്റെ അർത്ഥം മാറുക കേട്ടോ. ഇങ്ങനെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫിക്ർ ഫർദ എന്നക്കാരും ഞാൻ നാളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ടോണിൽ വരികയാണെങ്കിൽ. നീ ശ്രദ്ധിക്കുക. ഫിക്ർ ഫർദ എന്നക്കാരും ഞാൻ എന്തുകൊണ്ട് നാളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ടോണ് മാറി അർത്ഥവും മാറി കേട്ടോ. അതാണ്. പിന്നെ ഇതിൻ്റെ അർത്ഥമൊക്കെ ഈ ഷറഹൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.